നാടകീയമായിരുന്നു കേരള സർവകലാശാലയുടെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം. ഭാരതാംബ ചിത്ര വിഷയത്തിൽ ഗവർണറെ അവഹേളിച്ചെന്ന കുറ്റത്തിന് VC മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർക്കെതിരായ നടപടി പിൻവലിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഭൂരിപക്ഷമുള്ള അവർ അത് നടപ്പാക്കുകയും ചെയ്തു. സസ്പെൻഷനെതിരായ രജിസ്ട്രാറുടെ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ എതിർകക്ഷികളായ സിൻഡിക്കേറ്റും VCയും സ്വീകരിക്കേണ്ട നിലപാട് തീരുമാനിക്കാനായിരുന്നു ഒറ്റ അജണ്ടയുള്ള യോഗം. KS അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തതും കാരണങ്ങളും VCയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് യോഗത്തിൽ വിശദീകരിച്ചു. എന്നാൽ നിയമവിരുദ്ധമായതിനാൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന വിഷയം സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ ഉന്നയിച്ചു. റദ്ദാക്കുന്ന പ്രമേയം G മുരളീധരൻ അവതരിപ്പിച്ചു. ചർച്ചയും തുടങ്ങി. സംഭവം നടന്നത് ജൂൺ 25-ന്. നടപടിയെടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ്. ഒരു എക്സിജൻസി ഇവിടെ ഇല്ല. ആക്ഷൻ ഞങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തു. അതിന്മേൽ ചർച്ച നടന്നു. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ വൈസ് ചാൻസലർക്കും 2 സിൻഡിക്കേറ്റ് അംഗങ്ങളും തയ്യാറല്ല. സസ്പെൻഷൻ പിൻവലിക്കുന്നതിൽ പ്രതിഷേധിച്ച് സിൻഡിക്കേറ്റിലെ 2 BJP പ്രതിനിധികൾ ആദ്യം ഇറങ്ങിപ്പോയി. പിന്നാലെ യോഗത്തിൽ ഇരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കി ഡോക്ടർ സിസ തോമസും സിൻഡിക്കേറ്റ് ഹാളിൽ നിന്നിറങ്ങി. നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അവരത് നിരസിക്കുകയാണ് ചെയ്തത്. അവർ അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോവുകയാണ്. VC ഇറങ്ങിപ്പോയതോടെ സസ്പെൻഷൻ റദ്ദാക്കൽ നിയമപരമാക്കുന്നതിനായി സിൻഡിക്കേറ്റിന്റെ അടുത്ത നടപടി. സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിലെ 6-ാം അധ്യായം പ്രകാരം സിൻഡിക്കേറ്റിലെ മുതിർന്ന അംഗം പ്രൊഫസർ രാധാമണിയെ അധ്യക്ഷയാക്കി. 18 പേരുടെ പിന്തുണയോടെ സസ്പെൻഷൻ റദ്ദാക്കുന്ന പ്രമേയം പാസാക്കി. മിനിറ്റ്സാക്കി തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി. 18 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഈ സസ്പെൻഷൻ നടപടി വിഡ്രോ ചെയ്യാനാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. സിൻഡിക്കേറ്റ് ചെയ്തതാണ് ശരിയെന്ന് സർക്കാരിന്റെ പിന്തുണ. ഈ രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി VC അല്ല, സിൻഡിക്കേറ്റ് ആണ്. രജിസ്ട്രാറെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റിന് 100% അർഹതയുണ്ട്. രാജ്ഭവന്റെ മനസ്സറിഞ്ഞ് തന്നെയായിരുന്നു VC കസേരയുടെ പെരുമാറ്റവും. ചാൻസലറുടെയും VCയുടെയും നിലപാടിൽ നിന്ന് താൽക്കാലിക ചുമതലയുള്ള VC ഡോക്ടർ സിസ തോമസും അണുകിട പിന്നോട്ട് പോയില്ല. വൈസ് ചാൻസലറുടെ തീരുമാനമാണ് നിയമപരമെന്ന് VCയുടെ അഭിഭാഷകനും ഹൈക്കോടതിയെ പ്രത്യേകം അറിയിക്കും. അംഗീകരിക്കാൻ പറ്റില്ല. ഓൾറെഡി സ്റ്റാൻഡിംഗ് കൗൺസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് തന്നിട്ടുണ്ട്. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളെല്ലാം പരിശോധിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ 3 അംഗ കമ്മീഷനെയും സിൻഡിക്കേറ്റ് നിയോഗിച്ചു. G മുരളീധരൻ, ഷിജു ഖാൻ, നസീബ് എന്നിവർ പരിശോധിക്കും. സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയ സാഹചര്യത്തിൽ ഹൈക്കോടതി രജിസ്ട്രാറുടെ ഹർജിയിൽ സ്വീകരിക്കുന്ന തുടർ നിലപാട് സിൻഡിക്കേറ്റിന്റെയും VCയുടെയും അധികാരത്തിൽ വ്യക്തത വരുത്തുന്നതാകും. ഒപ്പം പുതിയ നിയമ പോരാട്ടത്തിനും വഴിയൊരുങ്ങും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.